ഹിജ്റ വർഷപ്രകാരം 9ാമത്തെ മാസമാണ് റമദാൻ. മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ റമദാനിനെ സ്വീകരിക്കാൻ വിശ്വാസികൾ ഒരുങ്ങിക്കഴിഞ്ഞു. പരമാവധി സമയം പള്ളികളിൽ ചെലവഴിക്കാൻ വിശ്വാസികൾ ശ്രമിക്കും. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായതിനാൽ ഖുർആൻ കൂടുതലായി പാരായണം ചെയ്യും. ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റമദാൻ. റമദാനിലെ വ്രതം ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഓരോരുത്തരും ദൈവിക സ്മരണയിൽ കഴിഞ്ഞുകൂടും. അനാവശ്യമായ വാക്കും തർക്കവും ഉപേക്ഷിക്കണമെന്നതും നോമ്പിന്റെ താല്പര്യമാണ്. പരിശുദ്ധ റമദാൻ മാസത്തിന് ഒട്ടേറെ മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളുടെ ആകത്തുക നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണമായിരുന്നു അതിന് എന്ന് കാണാൻ കഴിയും. കാരണം വിശുദ്ധ ഖുർആൻ മനുഷ്യലോകത്തിന് ആസകലത്തിനും അനുഗ്രഹമാണ്. മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന റമദാനിന് മുന്നോടിയായി വിശ്വാസികൾ വീടും പള്ളിയും ശുദ്ധീകരിക്കും. വീട്ടിലെ ജോലികൾ നോമ്പിനനുസരിച്ച് ക്രമീകരിക്കും. റമദാനിലൂടെ ലഭിക്കുന്ന ആത്മീയ നിർവൃത്തി വിശ്വാസിക്ക് അടുത്ത 11 മാസത്തേക്ക് കരുത്തേകും. ഇതിനായി ശരീരവും മനസ്സും ഒരുക്കി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വിശ്വാസികൾ ഒരുങ്ങിയിരിക്കുന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദിന് മുൻവശത്തു നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജു പറ്റമലിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1.